മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും പൂർണ്ണമായി തകർക്കാൻ പോന്ന ശക്തമായ പ്രത്യാക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്ക അടുത്തിടെ നടത്തിയ സൈനികാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം തുടർന്നാൽ കടുത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമായി അടുത്ത ബന്ധമുള്ള നൂർ ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള സൈനിക നടപടികൾക്ക് ഇറാൻ പദ്ധതിയിടുന്നതായി ഒരു ഉന്നത സൈനിക സ്രോതസ്സിനെ ഉദ്ധരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ആക്രമണങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇറാന്റെ ഈ നീക്കം വാഷിംഗ്ടണിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര ധാരണകളെയും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. യുഎസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മുൻ ധാരണകളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഗരീബാബാദി പരസ്യമായി കുറ്റപ്പെടുത്തി. നയതന്ത്ര മര്യാദകൾ കാറ്റിൽ പറത്തുന്ന വാഷിംഗ്ടണിന്റെ ശൈലി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ശത്രുതാപരമായ നിലപാടുകൾ തുടരുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും തകർക്കൻ മറുപടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ഖാത്തം അൽ അൽപിയ ജോയിന്റ് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ സംയുക്ത സൈനിക വിഭാഗത്തിന്റെ ഈ കടുത്ത പ്രസ്താവന അവർ യുദ്ധത്തിന് പൂർണ്ണ സജ്ജരാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഏതു തരത്തിലുള്ള അധിനിവേശത്തെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന ഏകപക്ഷീയമായ സൈനിക ഇടപെടലുകളാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടിയത്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള US നീക്കങ്ങൾ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള സൈനിക വ്യൂഹം, മിസൈൽ പരീക്ഷണങ്ങളും ഡ്രോൺ വിന്യാസവും അതിർത്തികളിൽ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ പേർഷ്യൻ ഉൾക്കടലിലെ നീക്കങ്ങളെ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. തങ്ങളുടെ സൈനിക ശക്തിയെ കുറച്ചു കാണാൻ അമേരിക്ക മുതിരേണ്ടതില്ലെന്നാണ് ഇറാൻ സൈനിക വക്താക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ വളർന്നു വരുന്ന വാക്പോര് വരും ദിവസങ്ങളിൽ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാഖ്, സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ മിസൈലുകളുടെ പ്രഹര പരിധിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു നീക്കം പോലും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാനിലെ ഭരണകൂടം. അമേരിക്ക എത്രത്തോളം പ്രകോപനമുണ്ടാക്കുന്നുവോ അത്രത്തോളം ശക്തമായി പ്രതിരോധിക്കാൻ രാജ്യം ഒരുമിച്ച് നിൽക്കുമെന്ന് ഇറാൻ ജനതയോട് ഭരണ നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. ആഭ്യന്തരമായി ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വലിയൊരു പോരാട്ടത്തിനാണ് ഇറാൻ ഒരുങ്ങുന്നത്. അതേസമയം അമേരിക്കൻ സൈന്യവും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ താവളങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നും വ്യോമാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ തക്കവണ്ണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ US സജ്ജമാക്കിയിട്ടുണ്ട്. പെന്റഗൺ ഈ മേഖലയിലെ സൈനിക ചലനങ്ങൾ മിനിറ്റുകൾ വെച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ ഈ കടുത്ത യുദ്ധപ്രതീതി നയതന്ത്ര തലത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഇരുപക്ഷത്തോടും ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ നിലവിൽ വളരെ കുറവാണ്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളും ആക്രമണങ്ങളും ഇറാന്റെ ചർച്ചാ സാധ്യതകളെ പൂർണ്ണമായും അടച്ചു കളഞ്ഞു. ഇറാന്റെ തന്ത്രപ്രധാന സഖ്യകക്ഷികളായ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളെ ഇരു രാജ്യങ്ങളും ശക്തമായി വിമർശിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ മേധാവിത്വം തടയാൻ ഇറാനെ പിന്തുണയ്ക്കുന്ന നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇത് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയും ഹൂതികളും യമനിലും ലെബനനിലും US ഇസ്രയേൽ സഖ്യത്തിനെതിരെ കടുത്ത നിലപാടുകളുമായി രംഗത്തുണ്ട്. ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് കടന്നാൽ ഈ ഗ്രൂപ്പുകളും ഒരേ സമയം അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇത് യുദ്ധത്തെ കൂടുതൽ സങ്കീർണവും മാരകവുമാക്കും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പ്രതിരോധ ബജറ്റും സൈനിക നവീകരണവും ഇറാൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു.
അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. ഈ സൈനിക കരുത്ത് തന്നെയാണ് അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ പരസ്യമായി വെല്ലുവിളിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത്. വരും ആഴ്ചകളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കും. അമേരിക്ക തങ്ങളുടെ സൈനിക നടപടികൾ തുടരുകയും ഇറാൻ കടുത്ത രീതിയിൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്താൽ അത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രാദേശിക യുദ്ധങ്ങളിൽ ഒന്നിലേക്ക് വഴിമാറും. ലോകം മുഴുവൻ അതീവ ആശങ്കയോടെയാണ് ഈ മേഖലയിലെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നത്.